ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോഹയെക്കുറിച്ച് ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എബ്രായർ 11-7 വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇന്ന് നാം നോഹയെ കണ്ടുമുട്ടുന്നു. ഒരു നീതിമാനായ മനുഷ്യൻ. നോഹ എന്ന പേരിൻ്റെ അർത്ഥം ആശ്വാസം, വിശ്രമം അല്ലെങ്കിൽ ആശ്വാസം എന്നാണ്. ലാമേക്കിൻ്റെ മകനും മെതൂശലാഹിൻ്റെ ചെറുമകനുമായ ആദാമിൽ നിന്നുള്ള 10ാം തലമുറയായിരുന്നു അവൻ. 500 വയസ്സ് തികയുന്നതുവരെ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ നിശബ്ദമാണ്. അവന് 3 പുത്രന്മാരും 3 മരുമക്കളും ഉണ്ടായിരുന്നു. നോഹയുടെ കാലത്ത് ആളുകൾ ഈ ലോകത്തിനു വേണ്ടി മാത്രം ജീവിച്ചു, വിവാഹം കഴിച്ചു, തിന്നു, കുടിച്ചു. അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഓരോ നിരൂപണവും എപ്പോഴും ദുഷ്ടമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 6-5 കാണപ്പെടുന്നു. ലോകം ന്യായവിധിയിലേക്കും നാശത്തിലേക്കും കുതിച്ചുകൊണ്ടിരുന്നു. നോഹ അത് മനസ്സിലാക്കി. നോഹയ്ക്ക് ആദ്യം ആത്മാവിൽ ഒരു മുന്നറിയിപ്പ് ലഭിച്ചു. തുടർന്ന് അവൻ്റെ ഉള്ളിൽ ദൈവഭയം രൂപപ്പെട്ടു. വരാനിരിക്കുന്ന നാശത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ പെട്ടകം പണിതു. വിശ്വാസത്തിലുള്ള നീതിയുടെ അവകാശിയായി അവൻ മാറി. പത്രോസ് എഴുതുന്നു, ദൈവം പുരാതന ലോകത്തെ ആദരിച്ചിട്ടില്ല. ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തി നീതിയുടെ പ്രസംഗകനായ നോഹയെ രക്ഷിച്ചു. ഇത് 2 പത്രോസ് 2-5 കാണാൻ സാധിക്കുന്നു. യേശു നോഹയെയും അവൻ്റെ നാളുകളെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചു. എന്നാൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും വരുവാകും എന്ന് മത്തായി 24-37 പറയപ്പെടുന്നു. അതുകൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ചവരെ പോലെ നമുക്കും ദൈവഭയത്തോടെ ജീവിക്കാം. ശ്രദ്ധിക്കുക, നോഹയുടെ പെട്ടകത്തിൽ 8 പേർക്ക് മാത്രമേ ഇടമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷാപ്പെട്ടകത്തിൽ അവൻ്റെ അടുക്കൽ വരുന്ന ഏവർക്കും ഇടമുണ്ട്. മനുഷ്യന്റെ ചിന്തകളുടെ തുടർച്ചയായ തിന്മയായിരുന്നു നോഹയുടെ നാളിൽ വെള്ളപ്പൊക്കം വന്നതിൻ്റെ പ്രധാന കാരണം. കർത്താവ് അവരുടെ ചിന്തകളെയും ഭാവനകളെയും പ്രവർത്തികളെയും ന്യായം വിധിച്ചു. വെള്ളപ്പൊക്കം അവരെ നശിപ്പിച്ചു. ഈ കൃപയുടെ യുഗത്തിൽ ജീവിക്കുന്ന നാം നമ്മുടെ വിശുദ്ധിയെ ഭയത്തോടും വിറയലോടും കൂടെ കാത്തു സൂക്ഷിക്കണം. കർത്താവ് അരുളി ചെയ്യുന്നു, നീതിമാൻ ഇനിയും നീതിമാനായിരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധനായിരിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. ഇത് വെളിപ്പാട് 22-11-12 കാണാൻ സാധിക്കുന്നു. വേര് വിശുദ്ധമാണെങ്കിൽ ശാഖകളും വിശുദ്ധമായിരിക്കും. നമ്മുടെ ചിന്തകൾ വിശുദ്ധമാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ വിശുദ്ധമായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 7-1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മനുഷ്യവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 39-40 അധ്യായങ്ങൾ, വൈകുന്നേരം കൊലോസ്യർ 4 അധ്യായം. ആമേൻ.